പ്രധാനമന്ത്രിയുടെ എന്റെ പ്രസിഡന്റ്. ഇതേപോലെ അവരൊരു 34 പാറ്റന്റുകൾ കമ്പനി പർച്ചേസ് ചെയ്ത്. അപ്പോ അതൊരു ഗ്ലോബൽ പാറ്റന്റാണ്. എല്ലാ രാജ്യങ്ങളിലും നമുക്ക് മാത്രം റേറ്റുള്ള ഒരു പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യാൻ പോകുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രൊജക്ടുകൾ. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു നമ്മുടെ ചുറ്റുപാട് അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സെനാരിയോ നോക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ ഒരു സ്തംഭനാവസ്ഥയുണ്ട് അല്ലെ? ശരിയല്ലേ? യുദ്ധവും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വിദേശികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ പ്രവാസികൾക്ക് ഇതൊരു ചലഞ്ചാണ്. ഈ ഒരു സമയം വളരെ മനപ്രയാസം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവായിട്ടുള്ള സമയം. ഞങ്ങൾ ഒരു കമ്പനി റൺ ചെയ്യിക്കുന്ന കമ്പനിയുടെ ഒരു ചെയർമാൻ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലും ഇത് ഞങ്ങൾ നോക്കിക്കാണുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെ പറയാം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വിദേശത്തുള്ള ആളുകൾക്ക് ഇപ്പൊ നാട്ടിലേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ വരാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സമയമാണ് ഒരാളുകൾക്ക്. അപ്പൊ ഇവരൊക്കെ കൂടെ നാട്ടിലെത്തിക്കഴിയുമ്പോൾ ഇവർക്ക് തിരിച്ചു പോകാൻ വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. ഇത്രയും കാലമൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടല്ലെങ്കിൽ പോലും ഒരു ചുറ്റുപാടുകൾ അങ്ങനെ ആയതുകൊണ്ട് പോകാൻ നിർബന്ധിതരായിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഇനി അങ്ങോട്ടുള്ള സമയം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അങ്ങനെ പോകണമെന്ന് വലിയ ആഗ്രഹം ആർക്കും ഉണ്ടാവില്ല. നാട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂടണം എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കും ഭൂരിഭാഗം ആൾക്കാർക്ക്. അപ്പൊ ഇവിടെ നമുക്ക് അതിനുള്ളൊരു അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കയ്യിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നാട്ടിൽ തന്നെ നമുക്കൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ നമുക്കിവിടെ കുറച്ച് ഓപ്പർച്യൂണിറ്റികൾ നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ ഒരു ജോലിയോ ബിസിനസ്സോ മറ്റെന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച് വരുന്ന ആൾക്കാരാണെങ്കിലും ഇവിടെ നമുക്ക് ഈ ഒരു ഞങ്ങളുടെ ഇപ്പൊ ഇത്രയും പ്രൊജക്ടുകളുണ്ട്, 10ഓളം പ്രൊജക്ടുകൾ പറഞ്ഞു. ഈ പ്രൊജക്ടുകളുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്കും അതിന്റെ ഭാഗമായിട്ട് നിൽക്കാനുള്ള അവസരങ്ങളും കൂടെ ഞങ്ങളിവിടെ എല്ലാവർക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ നോക്കിക്കാണുന്ന ഇതൊരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയാം. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കമ്പനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ് ഈ ഒരു സമയം. ഇപ്പൊ നമ്മുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു മുമ്പ് ഇടിയിട്ടുണ്ടാവും. ഇവിടെ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രോജക്ട് എന്ന് പറയുമ്പോൾ ഇതൊരു ചന്ദനം കൂട്ടുകൃഷി പദ്ധതിയാണ്. കൂട്ടുകൃഷി പദ്ധതി എന്ന് പറയുമ്പോൾ തോട്ടം കണ്ടിരിക്കും, ചന്ദനത്തോട്ടം കണ്ടിരിക്കും. ഇതിനു മുമ്പ് ചന്ദന കൃഷിയെ കുറിച്ച് വല്ലതും കേട്ടിട്ടുണ്ട്? നിങ്ങൾക്ക് അറിയില്ല ചന്ദനത്തിനെ കുറിച്ച്? അല്ല, എന്നാലും ചന്ദനം പൊതുവെ ബ്രാൻഡ് ചെയ്തിട്ടുള്ളത് ആരും പേരില്ലാന്ന് അറിയാലോ. ചന്ദനത്തിന്റെ ബ്രാൻഡ് അംബാസഡർ അറിയാം. ചന്ദനം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒറ്റയടിക്ക് ഓർമ്മ വരുന്ന അറിയാം, വീരപ്പനാണ്. വീരപ്പന്റെ പേരിൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ബ്രാൻഡ് അംബാസഡർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വീരപ്പനാണ് ചന്ദനത്തിന്റെ. പക്ഷെ അതുപോലെ ന്യൂജൻ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദന ആരോ പേരിന്റെ ബ്രാൻഡ് ചെയ്തിട്ടുള്ളത് ബ്രാൻഡ് അംബാസഡർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയും? ഇപ്പൊ അല്ലു അർജുന്റെ സിനിമ വന്നിട്ടുണ്ടായിരുന്നില്ലേ, പുഷ്പ. അപ്പൊ അത് റെഡ് സാൻഡലാണ്, നമ്മളോട് വൈറ്റ് സാൻഡൽ. രണ്ടാണെങ്കിലും പഴയ കാലത്ത് വീരപ്പന്റെ പേരിലും പുതിയ കാലത്ത് പുഷ്പയുടെ പേരിലും അറിയപ്പെടുന്ന ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ട്രീയാണ്. നൊട്ടോറിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല പേരുള്ള ഒരു മരമല്ല ചന്ദനം. പൊതുവെ ഒരു ചീത്തപ്പേര് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പേടിയുള്ള ആളുകൾക്ക് പേടിയുള്ള ഒരു മരമാണ് ചന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഈ ചന്ദനം എന്തുകൊണ്ടൊരു ആളുകളെ പേടിപ്പെടുത്തുന്ന ഒരു മരമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുൻകാലങ്ങളിലൊന്നും ചന്ദനം നമുക്ക് വീട്ടുവളപ്പിലൊന്നും നട്ടു വളർത്താനോ അല്ലെങ്കിൽ അത് മുറിച്ച് വിൽക്കാനോ അതിലൂടെ വരുമാനം ഉണ്ടാക്കാനോ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ആരെങ്കിലും ഇവിടെ വീട്ടുവളപ്പിലൊക്കെ ഒരു ചന്ദനമരം ഉണ്ടെങ്കിൽ അത് പോലീസ് പിടിക്കുമോ കേസാവുമെന്നൊക്കെ ഒരാളുകൾ തെറ്റിദ്ധരിച്ചിരുന്നൊരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറി നിലവിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും ചന്ദനത്തെ കുറിച്ച് ഒരുപാട് അവയർനെസ് കാര്യങ്ങളും അതുപോലെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സപ്പോർട്ടും കർഷകർക്ക് നൽകുന്നുണ്ട്. എന്ന് വെച്ചാൽ ചന്ദനത്തിന് ഒരു വേൾഡ് വൈഡ് വലിയൊരു ഡിമാൻഡ് ഉണ്ട്. അതായത് ഈ ചന്ദനം ഉണ്ടാവുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ചന്ദനം എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ സാൻഡൽവുഡാണ്. ഈ ഇന്ത്യൻ സാൻഡൽവുഡ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമ്മുടെ കേരളത്തിലാണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ കേരളത്തില് മറയൂരിലാണ് 62,000 മരങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓണർഷിപ്പിലുള്ളത്. അപ്പൊ ഈ 62 സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒരു കാടാണ്, അത് വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടായിരിക്കണമെന്നല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചന്ദനക്കാടാണ്. പക്ഷെ അത് മരം മുറിക്കാനോ അല്ലെങ്കിൽ വിൽപ്പന നടത്താനോ എന്നുള്ള അവകാശം ഗവൺമെന്റിനൊന്നുമില്ല, അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 62,000 മരങ്ങളുള്ള കേരളത്തിലെ വൈറ്റ് സാൻഡൽ എന്നറിയപ്പെടുന്ന അതിന്റെ ഒരു ബൊട്ടാണിക്കൽ നെയിം ഒരു സാൻഡലം ആൽബം എന്ന് പറയുന്നത് എന്റെ പേര്. അപ്പൊ ഈ വൈറ്റ് സാൻഡൽവുഡ് ഇവിടെ നമുക്ക് നിലവിലുണ്ടായിരുന്നെങ്കിലും ഇവിടെ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളർത്താനോ അല്ലെങ്കിൽ അതൊരു വരുമാനമാർഗ്ഗമാക്കി മാറ്റാനൊന്നും സർക്കാരിന്റെ ഭാഗത്ത് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 18ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത്
ചന്ദനത്തിനെ ഒരു രാജകീയ വൃക്ഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്ന് 18ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആർക്കും ചന്ദനമരം നടാനോ വളർത്താനോ പരിചരിക്കാനോ മുറിക്കാനോ വിൽപ്പന നടത്താനോ ഉപയോഗിക്കാനോ ഒന്നിനുള്ള ഒരു അവകാശം അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. അത് രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. 18ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കി വെച്ചൊരു നിയമം. അത് ടിപ്പു സുൽത്താന്റെ ഭരണത്തിന് ശേഷം ഇവിടെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇതേ നിയമം തന്നെ കണ്ടിന്യൂ ചെയ്തു പോയി. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്തു പോയി. അത് എവിടെ ചന്ദനമരം ഉണ്ടെങ്കിലും നമ്മളെ വീട്ടുവളപ്പിൽ നമ്മളെ ഓണർഷിപ്പിലുള്ള സ്ഥലത്ത് ചന്ദനമരം ഉണ്ടെങ്കിലും അതിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിനായിരുന്നു. പക്ഷെ 1962 നിയമത്തിൽ ഇച്ചിരി മാറ്റം കൊണ്ടുവന്നു. ആരെങ്കിലും വീട്ടുവളപ്പിൽ ചന്ദനമരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിനൊരു ഭീഷണിയാണെങ്കിൽ ആ മരം മറിഞ്ഞ് വീടുമ്പോൾ വീഴാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ ചന്ദനമരം നിൽക്കുന്ന സ്ഥലത്ത് അത് മുറിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ വീട് പണിയേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവരത് വന്ന് മുറിച്ചുകൊണ്ട് പോകും. ഒരു 30% തുക അവരെടുത്തിട്ട് ബാക്കി 70% പൈസ അതിന്റെ ഉടമസ്ഥന്, സ്ഥലത്തിന്റെ ഉടമസ്ഥന് കൊടുക്കുന്ന ഒരു നിയമം 62 വന്നു. അതിനുശേഷം വീണ്ടും നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നിലവില് ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചന്ദനം നടാം, വളർത്താം, പരിചരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ മുറിക്കൽ വരെ ചെയ്യാം, പക്ഷെ വിൽപ്പന നടത്താൻ പാടില്ല. അത് മാത്രം ഇപ്പൊ ഗവൺമെന്റിന്റെ പരിധിയിലുള്ള. പക്ഷെ എന്നിരുന്നാലും 100% പൈസ ഇപ്പൊ നമ്മുടെ വീട്ടുവളപ്പിൽ ചന്ദനന്മാരുണ്ടെങ്കിൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കഴിഞ്ഞാൽ അവരത് വന്ന് മുറിച്ചുകൊണ്ട് പോകും. കൃത്യമായിട്ട് 15 വെറൈറ്റി ആയിട്ട് പാക്ക് ചെയ്തവർ കൊണ്ടുപോയി അത് ലേലം ചെയ്ത് അതിന് കിട്ടുന്ന പൈസ 100% പൈസ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥന് കൊടുക്കുന്നു എന്നുള്ള നിലവിലുള്ള നിയമം. ഇപ്പൊ നമുക്ക് നിലവിലുള്ള 2024 ബജറ്റ്, കേരള ബജറ്റില് ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ അവതരിപ്പിച്ച ഒരു പ്രപ്പോസൽ ഉണ്ട്. അതായത് ആരെങ്കിലും വീട്ടുവളപ്പിൽ ചന്ദനമരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മുറിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം അതിന്റെ വില കണക്കാക്കി പകുതി പൈസ മുറിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം നമുക്ക് തരാനും ബാക്കി പകുതി പൈസ മുറിച്ചുകൊണ്ട് പോയി ലേലം ചെയ്തിട്ട് കിട്ടാനുള്ള പ്രപ്പോസൽ ഓൾറെഡി ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം നമുക്ക് കേരള ബജറ്റ് ഗവൺമെന്റിന്റെ ബജറ്റ് അവതരിപ്പിച്ചത്, നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിൽ കേരളത്തിന് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ളതാണ് റൂമർ. പക്ഷെ നമുക്കിവിടെ ചന്ദന കൃഷിയെയും അതുപോലെ തന്നെ ഫാമിങ്ങിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു സമയം തന്നെയെന്ന് ചുരുക്കം. ഓക്കെ, അപ്പൊ ഇതാണ് ചന്ദന കൃഷി. ഇത് ഇപ്പൊ നിലവില് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചന്ദനം നടാം. ഇപ്പോ ഞാൻ താമസിക്കുന്ന എന്റെ സ്ഥലം എറണാകുളമാണ്. ഇവിടേക്ക് നിങ്ങൾ പലരും മലപ്പുറവും തൃശ്ശൂരും കോഴിക്കോടൊക്കെ ഉള്ള ആൾക്കാരാണ്. എന്തുകൊണ്ട് വയനാട് വന്നിട്ട് ഇത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആരെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? എന്തുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് സ്ഥലം കിട്ടാനില്ല? എന്തുകൊണ്ടായിരിക്കും ഇവിടുത്തെ ആലോചിക്കുന്നത്? കറക്റ്റ് ആൻസർ പറഞ്ഞു. ചന്ദനം എവിടെ നട്ടാലും പാടും. മലപ്പുറത്ത് നട്ടാലും കോഴിക്കോട് നട്ടാലും തൃശ്ശൂർ നട്ടാലും ഫോണ് സൈലന്റാക്കി വെച്ചാൽ വേഗം അവസാനിപ്പിക്കാം, അവയെ വേസ്റ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ എവിടെ നട്ടാലും ചന്ദനം വളരും. പക്ഷേ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിന് ഏറ്റവും കൂടുതൽ വില കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി കാതലിന് മാത്രമേ വില കിട്ടുള്ളൂ. നല്ലപോലെ കാതലുണ്ടെങ്കിലേ വില കിട്ടുള്ളൂ. ചന്ദനത്തിന്റെ ഇല ഒഴിച്ച് ബാക്കി എല്ലാ പാർട്സിനും വില കിട്ടും, കിലോന് റേറ്റ് കിട്ടും. പക്ഷെ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ എന്ന് പറയുന്നത് വിലായത്ത് ബുദ്ധ എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടന്റുള്ള ചന്ദനത്തിന്റെ കാതൽ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും 700 മീറ്റർ ഉയരത്തിലുള്ള സ്ഥലങ്ങളിൽ വളരുന്ന മരങ്ങൾക്ക് മാത്രമേ ഈ ഒരു ഫസ്റ്റ് ക്വാളിറ്റി കാതൽ കിട്ടുള്ളൂ, ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള. അപ്പൊ 700 മീറ്റർ ഉയരത്തിലുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ 2000 അടിക്ക് മുകളിലുള്ള സ്ഥലങ്ങൾ. ഇവിടെ നമുക്ക് വയനാട് അത്തരത്തിലുള്ള സ്ഥലങ്ങളും അതുപോലെ ഇടുക്കി, മൂന്നാറൊക്കെ നമുക്ക് ഇതിൽ പെട്ടതാണ്. അട്ടപ്പാടി ഇതിന് പറ്റിയ സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ കമ്പാരിറ്റീവ്ലി പേപ്പേഴ്സ് എല്ലാം ഒരു ക്ലിയർ ആയി കിട്ടുന്നത്, ലീഗൽ ഇഷ്യൂസ് ഇല്ലാത്ത പേപ്പേഴ്സ് ആണ്, ഭൂമിയാണ് ഇവിടെ ഉള്ള വയനാട്ടിലുള്ള സ്ഥലങ്ങൾ. അത് മൂന്നാർ, ഇടുക്കിയിൽ പോയാലും അട്ടപ്പാടി പോയാലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ രവീന്ദ്രൻ പട്ടേൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കി, തുടക്കത്തിൽ ശ്രമിച്ചു നോക്കിയപ്പോ ഒരു 10 പ്രോപ്പർട്ടി നോക്കിയാൽ 9 പ്രശ്നമുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ അങ്ങനത്തെ വിഷയങ്ങളേ ഇല്ല. പിന്നെ വില നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് പാലക്കാടും കോഴിക്കോടും തൃശ്ശൂരും എവിടെയാണെന്നുണ്ടെങ്കിലും ഇപ്പോ സ്ഥലത്തിന്റെ വില ഇപ്പൊ നമ്മൾ എടുക്കുന്ന സ്ഥലങ്ങളേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം കിട്ടാനുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാലോ, അതായത് ഏത് ജില്ലയിലാണെന്നുണ്ടെങ്കിലും റൂറൽ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ വില സ്ഥലങ്ങൾ കിട്ടാറുണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വിലക്കുറവ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ കാലാവസ്ഥ അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിന്റെ ക്വാളിറ്റി, നല്ല ബ്ലാക്ക് സോയിലാണ്, കറുത്ത മണ്ണാണ്. ഈ ഒരു കാലാവസ്ഥയിൽ വളർന്നുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ചന്ദനമരം വളരാനും ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി ചന്ദനം കിട്ടാനും സാധ്യതയുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് നമ്മളിവിടെ വയനാട് എത്തിയത്. അപ്പോൾ നിങ്ങൾ ഏകദേശം കണ്ടപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലെ? 1.5 വർഷം കൊണ്ട് 25 സെന്റിമീറ്ററോളം വണ്ണം വെച്ചിട്ടുള്ള മരങ്ങൾ വരെ അവിടെ ഉണ്ട്. അത് കാണിച്ചു കൊടുത്തില്ലേ? അപ്പൊ അതൊക്കെ അവിടെ നിങ്ങൾ കണ്ടു. ഇത് സാധാരണ ചന്ദനത്തെ കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുള്ളത് IWST എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. IWST ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി.
അതായത് ഈ ചന്ദനത്തിന് നേരത്തെ പറഞ്ഞ ഡിമാൻഡ് ചെയ്യാൻ പറഞ്ഞു 6000 ടൺ ചന്ദനം നമുക്കൊരു വർഷത്തിൽ വേൾഡ് വൈഡ് ആവശ്യമുള്ളൂ. പക്ഷെ നമുക്ക് 1000 ടണ്ണിന്റെ താഴെ മാത്രമേ പ്രൊഡക്ഷൻ ഉള്ളൂ വേൾഡ് വൈഡ്. ഇനി ഇന്ത്യയിലെ ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2000 ടണ്ണോളം നമുക്കൊരു വർഷത്തിൽ ആവശ്യമുണ്ട്. പക്ഷെ ഒരു 100 ടണ്ണിന് താഴെ മാത്രമേ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ ഉള്ളൂ. ഇത്രയും വലിയൊരു ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ട് ഓസ്ട്രേലിയക്കാർ ഇവിടെ കണ്ടമാനം നമ്മളുടെ സീഡ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ വൈറ്റ് സാൻഡൽവുഡ്, നമ്മുടെ ഇന്ത്യൻ സാൻഡൽവുഡ്, സാൻഡലും ആൽബം എന്ന് പറയുന്ന മറയൂരിലുള്ള ഈ 62,000 മരങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ 5000-ഓളം മരങ്ങൾ അമ്മ മരങ്ങൾ എന്നുള്ള പേരിൽ പ്രത്യേകം പ്രൊട്ടക്ട് ചെയ്തിരിക്കും. ഇപ്പൊ 100 വർഷത്തിന് മേലെ പ്രായമുള്ള മരങ്ങളുണ്ട്, 5000-ഓളം മരങ്ങളുണ്ട്. ആ മരങ്ങളിൽ നിന്ന് എടുക്കുന്ന സീഡ് വിത്തുകൾ മാത്രമാണ് അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുളപ്പിച്ച് വിത്തുകളാക്കി തൈകളാക്കി പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൈ ഇത് 25 വർഷം മുമ്പ് ഇതിന്റെ സാധ്യത മനസ്സിലാക്കി ഓസ്ട്രേലിയക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ സീഡ് കൊണ്ടുപോയി അവിടെ ഹെക്ടർ കണക്കിന് കൃഷി ചെയ്ത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാൻഡൽവുഡ് ചന്ദനത്തിന് എക്സ്പോർട്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയയാണ്. ഏത് ചന്ദനം വിൽക്കുന്നത്? ഇന്ത്യൻ സാൻഡൽവുഡ്. അവർക്ക് സാൻഡൽവുഡ് ഉണ്ട്, പക്ഷെ അവർക്ക് ഇത്ര ക്വാളിറ്റി ഇല്ല, ഇത്ര ക്വാണ്ടിറ്റി കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇന്ത്യൻ സാൻഡൽവുഡ് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ സാൻഡൽവുഡ് വിറ്റിട്ടാണ് അവർ ലോകത്തിലെ ഏറ്റവും വലിയ സാൻഡൽവുഡ് എക്സ്പോർട്ടേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഗവൺമെന്റ് ഈ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് IWST എന്ന് പറയുന്ന ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താൻ ഏൽപ്പിക്കുകയും അങ്ങനെ ഈ ഒരു റിസർച്ചുകളുടെ ഭാഗമായിട്ട് ചന്ദനം സാധാരണ രീതിയിൽ നോർമൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 25, 30, 40 വർഷം കഴിഞ്ഞാൽ ഒരു മരം മുറിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോ പുതിയ കൃഷി രീതികൾ, അതായത് ചന്ദനത്തെ കുറിച്ച് IWST മനസ്സിലാക്കിയ ഒരു കാര്യം ഇതൊരു സെമി പാരസൈറ്റ് ആണ്. സെമി പാരസൈറ്റ് എന്ന് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? പരാത സസ്യം, അർദ്ധപരാത സസ്യം. പരാത സസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മരങ്ങളെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മരങ്ങൾ, വളരുന്ന മരങ്ങൾ. ഉദാഹരണം മാവിലൊക്കെ ഇത്തിക്കണ്ണി പിടിച്ചിട്ടുണ്ട്. ആ മരങ്ങൾ ഭൂമിയായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ അത് ആ മരത്തിന്റെ തടിയിൽ നിന്ന് വെള്ളവും അതിന്റെ ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ വലിച്ചെടുത്താലും ഇത്തിക്കണ്ണി വളരുന്നുണ്ടാവും. അതുപോലെ തന്നെ പകുതി ശേഷിയുള്ള മരങ്ങളുണ്ട്. തനിയെ വളരാൻ ശേഷിയില്ലെന്ന് കുറച്ച് വളരും, മറ്റുള്ള മരങ്ങൾ അതിന് ശേഷിയില്ല. ആ ഗണത്തിൽപ്പെട്ട ഒരു അർദ്ധപരാത സസ്യമാണ്, സെമി പാരസൈറ്റാണ് ചന്ദനം. അപ്പൊ ഇത് IWST ഇത് കണ്ടെത്തി ഇതിന് പറ്റിയൊരു കൃഷി രീതി അവർ ഡെവലപ്പ് ചെയ്തു. ഹോസ്റ്റോറിയം എന്നാണ്, ഹോസ്റ്റോറിയം കൾട്ടിവേഷൻ എന്നാണ് ആ കൃഷി രീതിയുടെ പേര്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തൈ നടുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഒരു ചെറിയൊരു ചെടിയും കൂടെ വെച്ചു കൊടുക്കും, ഒരു ഹോസ്റ്റ് പ്ലാന്റ്. അത് ആ ചെടിയുടെ വേരിലൂടെയാണ് ഈ ചന്ദനത്തൈ വളരാനുള്ള വെള്ളവും പോഷകങ്ങളൊക്കെ വലിച്ചെടുത്തത് വളരുന്നുണ്ടാവും. അപ്പൊ തുടക്കത്തിൽ നമ്മളൊരു ഇവിടെ പുറത്തിരിക്കുന്നുണ്ടോ അല്ലെ? അനീഷോട് ചെടി അവിടെ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആ ചീരച്ചെടി എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇത് വളരാനായിട്ട് ഉള്ള ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് 3 മാസം 4 മാസം കഴിയുമ്പോൾ ഒരു കുറ്റിപ്പയർ ചെടി വെച്ചെടുക്കും, തൊമരപ്പയർ എന്ന് പറയും. അപ്പൊ പിന്നീട് അതിന് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയും. പിന്നെ ഒരു 6 മാസം 1 വർഷത്തോളം അതിൽ നിന്നുള്ള അതിന്റെ വേരിൽ നിന്ന് വെള്ളങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടായിരിക്കും ആ മരം വളരുന്നുണ്ടാവുക. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്മളൊരു പെർമനന്റ് ഹോസ്റ്റ്, മരം മുറിക്കേണ്ട സമയമാവുന്നത് വരെ ഒരു 10 മുതൽ 15 വർഷം വരെ നമ്മൾ ആ മരത്തിന്, ചന്ദന മരത്തിന് വളരാനുള്ള എല്ലാ വെള്ളവും പോഷകങ്ങളും കിട്ടാനായിട്ട് ഒരു അധികം ഉയരത്തിൽ വളരാത്ത ചെടികളായിട്ടുള്ള മരങ്ങൾ, പടർന്നു പന്തലിക്കാത്ത നെല്ലി, അതുപോലെ കണിക്കൊന്ന, ശീമക്കൊന്ന, അനാർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മരങ്ങളിന്റെ ഇടയിൽ വെച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ വേരിലൂടെയാണ് പിന്നെ ഇത് മുറിക്കേണ്ട സമയമാകുന്ന ഈ മരം വളരുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു രീതി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 10 മുതൽ 15 വർഷം കൊണ്ട് നമുക്കൊരു ചന്ദനമരം മുറിക്കാനുള്ള രീതിയിൽ വളർത്തി വലുതാക്കാനും നമുക്കത് അതിലൂടെ നമുക്ക് നമ്മുടെ വരുമാനം കണ്ടെത്താനും പറ്റും. അപ്പൊ ഇത് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊരു പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ ചക്ക ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 5-10 കൊല്ലം കഴിയണം. ഇപ്പൊ നമുക്ക് കവറിൽ തന്നെ ചക്ക ഉണ്ടാവും അല്ലെ? മേടിച്ചിട്ട് പോകുമ്പോ കായ്ച്ചു നിൽക്കുന്ന തൈ കൊണ്ടുപോയിട്ട് വീട്ടിൽ വെച്ചാൽ മതി, ചക്ക നമ്മൾ തന്നെ ഉണ്ടാവും. മാങ്ങ അങ്ങനെ തന്നെയാണ്. ഇനി തെങ്ങാണെങ്കിലും 2-ാം കൊല്ലം 3-ാം കൊല്ലം കഴിക്കുന്ന തെങ്ങും കിട്ടാറുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ 10 കൊല്ലത്തിൽ കൂടുതൽ കിട്ടുന്നത്. അതുപോലെ ആ ഒരു ടെക്നോളജി ഇവിടെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെയാണ് ഈ ചന്ദനത്തിനെ നമ്മൾ ഈ 35-40 വർഷം കൊണ്ട് മുറിക്കേണ്ട ചന്ദനത്തിനെ ഒരു 10 മുതൽ 15 വർഷം കൊണ്ട് നമുക്ക് അതിനെ ഹാർവെസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ വളർത്തിയെടുക്കുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പൊ ഇതാണ് ചന്ദനത്തിന്റെ ഒരു കൃഷി രീതി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഒരു 1400 ഏക്കർ ലാൻഡ് വരാൻ പോകുന്ന ഇത് 2030 കൂടെ ഡെവലപ്പ് ചെയ്ത് ഇത് കംപ്ലീറ്റ് 2030 കൂടി 1400 ഏക്കർ സ്ഥലം ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ നിങ്ങൾ കണ്ട രീതിയിൽ ഇതിന് കോമ്പൗണ്ട് വാളൊക്കെ ഇട്ട് ഇനി കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ അതിന്റെ 20 അടി ഹൈറ്റിൽ ഇലക്ട്രിക് ഫെൻസിംഗ് കൊടുത്ത് കംപ്ലീറ്റ് CCTV ക്യാമറ വെച്ച് ഡോഗ് സ്ക്വാഡ് സെക്യൂരിറ്റി, ഓരോ മരത്തിലും മൈക്രോചിപ്പ് സെക്യൂരിറ്റി ഇതെല്ലാം വെച്ച് ഇതിനെ പരിഹരിച്ച് ഒരു ആംഡ് ഫോഴ്സ് സെക്യൂരിറ്റിയോട് കൊടുത്തിട്ട് ഗൺ ലൈസൻസ് ഒക്കെ ഉള്ള എക്സ് മിലിറ്ററി ഓഫീസേഴ്സിന് വെച്ചിട്ടുള്ള ഏജൻസി ഡെവലപ്പ് ചെയ്ത് അതിലൂടെ സെക്യൂരിറ്റി കൊടുക്കുന്ന രീതിയിൽ ഇതിനെ 15 വർഷം വരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ട് ആക്കി മാറ്റിയിരിക്കുന്നത്.
അത് കൂടാതെ ഇതിൽ പ്രോപ്പർട്ടി വാങ്ങുന്ന ആളുകൾക്ക് ഇപ്പൊ നിങ്ങളെ കൂടെ എത്തിയത് ഇപ്പൊ നിങ്ങളെ ആരെങ്കിലും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ പരിചയപ്പെടുത്തി, അപ്പൊ നിങ്ങളോട് കൊണ്ടുവന്നു, സ്ഥലം കാണിച്ച് നിങ്ങൾ തിരിച്ചു കൊണ്ടാക്കുന്നത്. അപ്പൊ ഈ വന്നപ്പോൾ നിങ്ങളിവിടെ കണ്ട പ്ലോട്ടുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലോട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത പ്ലോട്ട് നിങ്ങളുടെ പേരിലേക്ക് ആധാരം രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പൊ ആധാരം രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടി നിങ്ങൾ അതിന്റെ ഓർഡർ ആധാരം നിങ്ങളുടെ പേരിലാണല്ലോ. അപ്പൊ അത് കൂടാതെ ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന ഓരോരുത്തരെയും നമുക്കൊരു സൊസൈറ്റി രൂപീകരിച്ച് അതിൽ മെമ്പേഴ്സും കൂടെ ആക്കണം. സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സൊസൈറ്റിയിൽ ഒരു മെമ്പർഷിപ്പും കൂടെ തന്ന് നിങ്ങളെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഈ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടും കൂടെ കിട്ടാവുന്ന രീതിയിൽ ഒരു കൂട്ടുകൃഷി സമ്പ്രദായം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. അപ്പോൾ കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും കിട്ടുന്നതോടൊപ്പം തന്നെ ഇതിൽ ഈ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നുള്ള ഇതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ ഉണ്ടാവും. അപ്പൊ അവരും ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന അല്ലെങ്കിൽ പ്ലോട്ട് വാങ്ങുന്ന ആളുകൾക്കുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നൽകുന്നു എന്നുള്ളതിന്റെ മറ്റൊരു വശം, മറ്റൊരു സപ്പോർട്ട്. പിന്നെ നമുക്ക് ഇതില് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് പിന്നെ ഒരു അഡ്ജസ്റ്റന്റ് പ്ലോട്ടിന്റെ റേറ്റ് 25 lakhs ആണ്. റെഡി ക്യാഷ് ഉള്ള ആൾക്കാർക്ക് ഒരുമിച്ച് പേയ്മെന്റ് ഒന്ന് മേടിക്കാം. അതല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഇത് ഒരു EMI ഓപ്ഷനിൽ വാങ്ങാൻ പറ്റും. ഒരു ചെറിയ എമൗണ്ട് അഡ്വാൻസ് വന്നിട്ട് ബാക്കിയുള്ള പൈസ 15,000 രൂപ വീതമുള്ള EMI അടച്ചിട്ട് മേടിക്കാം. ഇനി അതല്ലെങ്കിൽ 20,000 വീതം 125 മാസം അടച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി സ്വന്തമാക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ എടുത്ത് ഈ ഒരു സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്ട് ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് ഒത്തിരി സ്പീഡിൽ പറയും കേട്ടോ, കുറച്ച് സമയം എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. കണ്ടു ബോധ്യപ്പെട്ടുകൊണ്ട് കുറച്ച് പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. ഇനി അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പ്രൊജക്ടിൽ, ഈ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്ടിൽ നിങ്ങൾക്ക് 2 ബെനിഫിറ്റ് ഉള്ളത്. ഒന്ന് അഗ്രികൾച്ചർ ബെനിഫിറ്റ്, 2 റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കിട്ടുന്ന ചന്ദനമരത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു ചന്ദനമരം മുറിച്ച് വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം 8 ലക്ഷം രൂപയാണ് ഇന്നത്തെ വില അനുസരിച്ച് കിട്ടുക. ഒരു 50 സെന്റിമീറ്റർ ചുറ്റളവ് വണ്ണവും ഒരു 20 അടി ഹൈറ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു മരമാണ്. ഒന്ന് സൈഡിൽ വെക്കുന്നു, ഫോൺ സൈഡിൽ. അപ്പൊ ഒരു 50 സെന്റിമീറ്റർ ചുറ്റളവ് വണ്ണവും 20 അടി ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു മരമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മുറിച്ച് വിൽക്കുകയാണെങ്കിൽ ഏകദേശം 200 കിലോ വെയിറ്റ് ആണ് ആ മരത്തിനുണ്ടാവുക. 200 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ 10% അതിന്റെ കാതൽ കിട്ടും, ഫസ്റ്റ് ക്വാളിറ്റി കാതൽ കിട്ടും. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 20 കിലോ കാതൽ കിട്ടും. ഇന്നത്തെ വില അനുസരിച്ച് 1 കിലോ കാതലിന്റെ വില ഒരു 20,000 മുതൽ 25,000 വരെയാണ് ഫസ്റ്റ് ക്വാളിറ്റി കാതലിന് കിട്ടുന്ന വില. അപ്പൊ ഒരു 4 ലക്ഷം രൂപയോളം കാതലിൽ നിന്നും ഇനി ഈ ഒരു 200 കിലോത്തോളം വരുന്ന വെയിറ്റ് 20 കിലോ കാതൽ പോയാൽ ബാക്കി 180 കിലോ ഉണ്ട്. അതിലെല്ലാത്തിനും, അതായത് വേര്, വെള്ള തൊലി, അകത്തെ തൊലി, പുറത്തെ തൊലി, ഇത് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടി, ഇതിന്റെ പല വണ്ണത്തിലുള്ള കൊമ്പും ജില്ലകളും എല്ലാം 15 കാറ്റഗറി ആക്കി തിരിച്ച് അതിന് ലേലം ചെയ്ത് ഏകദേശം 8 ലക്ഷം രൂപയാണ് ഒരു മരത്തിന് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് കിട്ടുക. ഇത് ഇന്ന് നമ്മൾ നടുന്നപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ട തൈകളൊക്കെ മരങ്ങളൊക്കെ ഇനി വളർന്ന് വലുതായി മുറിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം 10 മുതൽ 15 വർഷം. ആ സമയമാകുമ്പോഴേക്ക് നമുക്കൊരു 3 മടങ്ങ് വർദ്ധിച്ചാൽ പോലും ചന്ദനത്തിന്റെ വില ഇപ്പോൾ ഉള്ളതിന് 3 മടങ്ങ് വർദ്ധിച്ചാൽ പോലും നമുക്ക് ഏകദേശം ഒരു മരത്തിൽ നിന്ന് കിട്ടാവുന്ന 25 lakhs എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മരത്തിൽ നിന്ന് ഒരു 25 ലക്ഷം രൂപ വെച്ച് കണക്കൂട്ടി ഏകദേശം ഒരു 5 കോടി രൂപയോളമാണ് നമുക്ക് ഈ ഒരു 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 മുതൽ 15 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു എമൗണ്ട്. ഇത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആവുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഈ എടുത്തിട്ടുള്ള ഞങ്ങൾ ഇപ്പോ 1400 ഏക്കർ സ്ഥലമാണ് കമ്പനി ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ എടുത്ത സ്ഥലങ്ങൾ, എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങൾ ടൂറിസത്തിന് സ്കോപ്പുള്ള ഏരിയ ഉണ്ട്. ഇപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പൊ നമ്മളോട് ഇരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി. ഇതിൽ 11 ഏക്കർ ലാൻഡാണ്. ഇതില് 150 നിങ്ങൾ കണ്ട പോലത്തെ കോട്ടേജസ് ആണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. 150 എണ്ണം. അപ്പൊ ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം അവിടെ കണ്ട പോലെ തന്നെ 5 സെന്റ് സ്ഥലം, അതില് 20 ചന്ദനമരത്തിന് പകരം 16 ചന്ദനമരവും ഈ കാണുന്ന കോട്ടേജ് ആയിരിക്കും ഓരോ പ്ലോട്ടിലും ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതിന് കിട്ടുന്ന 3 രീതിയിലുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും. മറ്റൊടുത്ത് നമുക്ക് അഗ്രികൾച്ചർ ബെനിഫിറ്റും റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റും, ഭൂമിയുടെ വില കൂടുന്നതും ചന്ദനമരത്തിൽ നിന്നുള്ള വരുമാനം അവിടെ ആ പ്രൊജക്റ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതിന്റെ കൂടെ ഒരു ടൂറിസം ബെനിഫിറ്റും കൂടെ കിട്ടും. ടൂറിസം ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് കിട്ടുന്ന ഒരു റെന്റൽ ഇൻകം, ഈ കോട്ടേജുകൾ റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫുൾ പേയ്മെന്റ് കൊടുത്താൽ നിങ്ങളുടെ പേരിലേക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് തരും. നമ്മൾ അവിടെ ലാൻഡ് രജിസ്റ്റർ ചെയ്ത് തരുന്ന പോലെ തന്നെ ഇത് നിങ്ങളുടെ പേരിലേക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് തരും. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഓപ്ഷൻ മേലോട്ടൊക്കെ എണീക്കിട്ട് നിങ്ങളുടെ പേരിലേക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഉടമസ്ഥരായി. ഇനി ഈ ആദ്യം ചെയ്യുന്ന പ്രൊസീജിയർ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 6 മാസത്തിനുള്ളിൽ ഇതിന്റെ പണി ഫിനിഷ് ചെയ്ത്, വർക്ക് ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് ഇതിന്റെ കീ ഹാൻഡ് ഓവർ ചെയ്യും. പ്രോപ്പർട്ടി പണി കഴിഞ്ഞു. ദെൻ ആ കീ ഹാൻഡ് ഓവർ ചെയ്ത് ആ പ്രോപ്പർട്ടിയുടെ കീ ഹാൻഡ് ഓവർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് വയ്ക്കും. ആ എഗ്രിമെന്റ് പ്രകാരം ഈ ഒരു പ്രോപ്പർട്ടി 15 വർഷം വരെ ഇതിന്റെ കംപ്ലീറ്റ് മെയിന്റനൻസും സെക്യൂരിറ്റിയും അതുപോലെ മാനേജ്മെന്റും ഹൗസ് കീപ്പിംഗും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നു, കമ്പനി ചെയ്തു തരും. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങി ആധാരം നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെക്കാം രജിസ്റ്റർ ചെയ്ത്. എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തു തരുന്നത് കമ്പനി ആയിരിക്കും.
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അത് എല്ലാ മാസവും ഇതിന്റെ മാർക്കറ്റിങ്ങും ഇതിന്റെ മെയിന്റനൻസും ഇതിന്റെ ഹൗസ് കീപ്പിംഗ് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്ത് ഇവിടുന്ന് കിട്ടുന്ന ഇൻകം എത്രയാണോ അത് ചെലവ് കഴിച്ചിട്ടുള്ള എമൗണ്ടിന്റെ 80% ഇൻവെസ്റ്റ്